கண்மணி அன்போட காதலன் நான் நான் எழுதும் லெட்டர் மடல் இல்லை கடுதாசி வச்சுக்கலாமா? ஆனால் கடிதமே இருக்கட்டும். படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாவே படிச்சிட்டியா? அப்போ நானும் முதல்ல கண்மணி சொன்னேன்ல, இங்கே பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினச்சி பார்க்கும்போது கவிதை மனசில் அருவி மாதிரி கொட்டுது. ஆனால் அதை எழுதணும்னு உக்காந்தா அந்த எழுத்து தான் வார்த்தை. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதான். அதை எழுத நினைக்கையில் வார்த்தை முட்டுது. அதேதான், பிரமாதம். கவிதை கவிதை படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ, கண்மணி அன்போடு காதலன் நான் எழுதும் മാറ്റിക്കളെ. നല്ലൊരു പാട്ടായിരുന്നല്ലേ? ആ, സമയായി. കഴിക്കും, വേഗം കഴിക്കും. കഴിക്കടാ, പോണ്ടേ. എന്നോടത്ത് വണ്ടി കയറിക്കോ, ഞാൻ വരാം. என்ன டிரைவர் தம்பி, ரொம்ப நாளா ஆளை காணோம். அடிக்கடி வந்து போங்க, அப்பதானே எங்க பொழப்பு ஓடும். வேளாங்கண்ணி சீசன் அல்ல, ஓட்டோ எல்லாம் அங்கதான் போகுது. சரி சரி, அப்ப அடிக்கடி வேளாங்கண்ணி தான் போறீங்க. அண்ணே, இதொன்னு படிச்சு சொல்லுவீங்களா? ചേട്ടൻ പോയിട്ടെ അച്ഛനോട് കാര്യം പറ. நீ பத்திரம் தான். ഞാനേ അവന്മാരെ പോക്കട്ടെ. തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുല്ലിക്കെട്ട്. നിന്റെ കമ്പനിക്കാരാണോ? ഏത് മഞ്ഞുമല്ല ടീംസാ? മഞ്ഞുമല്ല ടീംസാ. കല്യാണം വിളിക്കുമ്പോ അറിയാണ്ട് അമ്മയുടെ ക്ലബിന്റെ മുന്നിൽ പോയി പെട്ടു. 10 ഉപ്പണ്ണോ ഒരു ചളുപ്പില്ലാണ്ട് കയറി വന്നേക്കണം. തുള്ളി മരിക്കാനുള്ള നല്ല മച്ചന്മാരാണ്. അതെ അല്ലേ? ഇതേ അമ്മമാരെ കണ്ട എപ്പടി പൊട്ടുന്ന് പറയാൻ പറ്റൂല. இடியா സീൻ എന്താണ്? പണ്ട് ഇവന്മാര് ഒരു ക്ലബ്ബായിരുന്നു, യുവദർശന. ഇപ്പൊ ദേ അവന്മാര് യുവ, ഇവന്മാര് ദർശന. അടിപൊളി. ഓൾ ദ ബെസ്റ്റ് ട്ടാ. എടാ എവിടെ പോയടാ സുഭാഷ്? അവനോട് അനുസരിച്ച് കുളിക്കണല്ലേ? നല്ല ഫിറ്റ് ആയിരിക്കല്ലേ? എന്തായാലും നടന്നു വീലെത്തും. ഞാൻ നോക്കളമ്മ, നോക്കൊള്ളാം കേട്ടാ. പേടിക്കണ്ട, ഞാൻ എത്തിച്ചോളാം. പീസ് ഇട്ടെ കഴിക്കണ ബീഫ് കുറച്ച് പൊളിയല്ലേ?
വെള്ളം വന്നില്ല. കുറച്ച് വെള്ളം കൊടുക്കല്ലായിരിക്കും. ചേച്ചി കുറച്ച് വെള്ളം അവിടെ കൊടുത്തു. എടാ നീ കൊടുക്കടാ. ഷർട്ട് കളിയോ? ഷർട്ട് എടാ വെള്ളം അട കൊടുക്കാൻ പറഞ്ഞ കറയൊന്നും ആവില്ലല്ലോ. എത്ര കുളിയാടാ? അടിക്കുകയും ചെയ്ത് കുളിക്കുകയും ചെയ്തു. ഉച്ചിവെയിലത്ത് മാടുപോലെ ഉഴച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട് കപ്പലൊച്ചയെല്ലാം ആരാണ്ട് ആര് കാണുവാൻ അടങ്ങിയങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടി എല്ലോ കൂച്ചി വിലങ്ങിട്ട് ഒതുക്കമരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വത്ത് പിടിച്ചതെല്ലാം പുലിവാലിത കാണ്ട മൃഗത്തിന്റെ തോൽ ചേട്ടൻ കിടന്ന് അലമ്പാണ്. അറിയാൻ പാടില്ല. ഞാൻ വിളിച്ചായിരുന്നു വരൂല. ചെക്കരൊക്കെ സ്റ്റേജിൽ കിടന്ന് ഉരുകണാണ്. വിളിച്ചേ ദർശന ക്ലബിന്റെ മാനം കെടുത്തിട്ട് പത്താം ക്ലാസ് റിസൾട്ട് നടന്നിട്ട് അവസരം കണ്ടു. എന്താ ഇവിടെ? മെജോ നമ്മുടെ ഫ്രണ്ടാണ്. എന്താണ് പരിപാടി? എല്ലാ പരിപാടിയും പെയിന്റ് കൽപ്പണി എല്ലാം ശരിക്കും. ഇവിടെ കോൺട്രാക്ടറുടെ പണിക്കാരൊക്കെ ഉണ്ട്. അതാണ് ഇത് നമ്മളെ ഫ്രണ്ട് അല്ലേ. ഹലോ ഹലോ. അത് പ്രസാദ്. എന്താണ് നിന്റെ പരിപാടി? ഞാൻ കളമശ്ശേരിയിൽ ട്രാവൽസ് ഓടണം. ഏതാ വണ്ടി? ഇന്ത്യക്ക. സൂപ്പറാണല്ലോ. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്ന ഓണത്തിന്. നീ വിളിക്കണം. നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞങ്ങൊരു 10-30 പേരുണ്ടാവും. അവരൊക്കെ നിങ്ങളെ ഫ്രണ്ട്സ് ആണ്? ഞാൻ കണ്ടായിരുന്നു. ഫുൾ ഓണാണല്ലോ. ഞാൻ വിളിക്കാം. നീ നമ്പർ ഞാൻ എന്റെ കാർഡ് തരാം. നീ അതിലെ നമ്പർ വിളിച്ചു. അല്ല നീ വിളിക്കണ. ഭയങ്കര സന്തോഷമാണ് നിന്നെ കാണല്. അടിക്കണം. വാടാ അടിക്കില്ല. വണ്ടി വിളിക്കാം. കുഴപ്പമില്ലടാ. എന്നാ വിളിക്കാം. ഞാൻ വിളിക്കട്ടാ. അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ ശ്വസിച്ചതല്ല പുകപടലമല്ലേ പെരിയാറിന്നരുമകളല്ലേ കാൽ തൊടുമണ്ണല്ല മലിനമല്ലേ അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ ശ്വസിച്ചതല്ല പുകപടലമല്ലേ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ 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 ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ